ഹായ്, റീന പ്ലക്കറാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്. കാരണം ചതുർകുട്ടി പഞ്ചായത്തിലെ മണ്ണൂർ വളവിലുള്ള നമ്മുടെ CM ഹയർ സെക്കൻഡറി സ്കൂൾ, ചതുർകുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനും കൂടെ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂളാണത്. ആ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് ഇവിടെ വന്നിട്ട് ഈ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ. ഇവിടെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് 100% വിജയമുള്ള സ്കൂളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ വർഷവും 2026 റിസൾട്ടിലും ഹയർ സെക്കൻഡറിക്ക് 100% വിജയമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കിയെല്ലാം മാഷോട്, ബൈജു മാഷുണ്ട്, ഇവിടുത്തെ പ്രിൻസിപ്പളാണ്, ബൈജു മാഷോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോഴേ നമുക്ക് ബൈജു മാഷ് വിജയ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ബൈജു മാഷ് CM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. മാഷോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. മാഷെ, റിസൾട്ടിനെ സംബന്ധിച്ച് മാഷ് എന്തൊക്കെയാണ്, എത്ര ശതമാനം വിജയമുണ്ട്, എത്ര കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട്? നമ്മുടെ സ്കൂൾ ഈ വർഷം പരീക്ഷ എഴുതിയത് 182ആണ്, 182. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 9ാമത്തെ വർഷമാണ് നമുക്ക് 100% റിസൾട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏക പൊതുവിദ്യാലയമാണ്, 100% വിജയം നേടിയ ഏക പൊതുവിദ്യാലയമാണ് നമ്മളിത്. അതേപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതി 100% വിജയം വാങ്ങിയ സ്കൂള് CM ഹയർ സെക്കൻഡറി സ്കൂളാണ് കോഴിക്കോട് ജില്ലയിൽ. കേരളത്തിൽ ആകെ 66ഓളം സ്കൂളുകൾക്ക് മാത്രമാണ് 100% വിജയമുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ ഫുൾ A+ എണ്ണത്തിലാണെങ്കിൽ 77 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എത്ര കുട്ടികൾക്ക്? കഴിഞ്ഞ വർഷം 73 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയത്. 4 കുട്ടികൾ കൂടി ഇപ്രാവശ്യം ഫുൾ A+ ആയിട്ടുണ്ട്. അതേപോലെ തുടർച്ചയായിട്ട് 100% 9 വർഷം തുടർച്ചയായിട്ട് വാങ്ങുന്ന ഏക വിദ്യാലയം കോഴിക്കോട് ജില്ലയിലെ 9 വർഷമായി. അപ്പൊ ഇതിന്റെ പിന്നില് ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഇതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പിന്നെ ഇങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ആദ്യം തന്നെ കുട്ടികളെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്, അതോടൊപ്പം രക്ഷിതാക്കളെ. അതേപോലെ നമുക്ക് രക്ഷിതാക്കളെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് വരാൻ കഴിയുന്നത്. അതേപോലെ പിന്നെ നമ്മുടെ മണ്ണൂർ പ്രദേശത്ത് നിൽക്കുന്ന ഒരുപാട് ട്യൂഷൻ സെന്ററുകൾ അവർ നല്ല സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതിൽ PTA ഭാഗത്തു നിന്ന് പരിപൂർണമായ സപ്പോർട്ടുണ്ട്, മാനേജറുടെ ഭാഗത്തു നിന്നും അതേപോലെ ഈ വിജയത്തിൽ പൂർണ്ണമായ പിന്തുണയുണ്ട്. അതേപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫ് ഇതിന് പിന്നിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും എത്ര അധ്യാപകരുണ്ട്? 16 അധ്യാപകരാണ് നമുക്കുള്ളത്. 2 ആള് ലേബർ സ്റ്റാഫ്. 2 വിഷയമാണല്ലോ ഉള്ളത് അല്ലേ? സയൻസും കൊമേഴ്സും. ഒന്ന് സയൻസ്, 2 കൊമേഴ്സ്. സയൻസിന് എത്ര കുട്ടികളുണ്ട്? സയൻസിൽ 65 കുട്ടികളാണ്. 65 കുട്ടികള്. കൊമേഴ്സിന് 117. അപ്പൊ മാഷിക്ക് എന്താ പറയാനുള്ളത്? മാഷിക്ക് ഇതൊരു സന്തോഷ നിമിഷമാണല്ലോ. സന്തോഷ നിമിഷമാണ്. പക്ഷെ നമുക്ക് സത്യത്തില് പിന്നെ 1ാം വർഷം തന്നെ കുട്ടികളെ മികച്ച പെർഫോമൻസ് കുട്ടിയെ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ +2 റിസൾട്ട് വരുമ്പോൾ നമുക്ക് വലിയ ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല. 100% റിസൾട്ട് കുട്ടികൾ വാങ്ങും എന്നൊരു വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ കാര്യം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ പറയുന്നത് അനുസരിക്കുക കുട്ടികൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും എല്ലാവരും നമ്മൾ പറയുന്ന കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കുട്ടികൾ എപ്പോഴും വലിയ കുഴപ്പക്കാരായൊക്കെ വരുന്ന കുട്ടികൾ പോലും നമ്മളുടെ സ്കൂളിൽ എത്തുമ്പോൾ പലപ്പോഴും നല്ല അച്ചടക്കമുള്ളവരായി മാറുകയും അധ്യാപകർ പറയുന്നത് പിന്തുടരുകയും ചെയ്യുന്ന കുട്ടികളാണ്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിതൊരു ഗ്രാമപ്രദേശമാണല്ലോ, അപ്പൊ സാധാരണക്കാരെ കുട്ടികളാണോ അധികം? ഇവിടെ സാധാരണക്കാരെ കുട്ടികളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ അവര് ഇത്തരം ഒരു മേഖലയിലേക്ക്, അതായത് +2ന് 100% വിജയം നേടിത്തരിക ഈ സ്കൂളിന്. അതോടൊപ്പം തന്നെ A+ന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. ഓരോ വർഷം ചെല്ലുന്തോറും A+ന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിലൊക്കെ മാഷിക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? നാട്ടുപുറത്തെ സ്കൂളാണെന്നുള്ളത് വളരെ അടിവരായിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പൊ നമുക്കറിയാം സംസ്ഥാന ശരാശരി തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 77% സംസ്ഥാന ശരാശരി. അപ്പൊ ആ അവസ്ഥയിലാണ് നമ്മുടെ സ്കൂളിന് 100% നമുക്ക് വിജയമുള്ളത്.
നമ്മുടെ സ്കൂൾ അഡ്മിഷന്റെ പ്രക്രിയ എന്ന് പറയുന്നത് പ്രാദേശികമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി തലത്തിലെ അഡ്മിഷൻ പ്രക്രിയ. നമ്മുടെ സ്കൂൾ പഠിച്ച ആളുകൾക്ക് തന്നെയാണ് അതിന് കൂടുതൽ പോയിന്റും ഒക്കെ കൊടുത്തുകൊണ്ട്, അതേപോലെ ഈ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നത്. അപ്പൊ ബഹുഭൂരിഭാഗം കുട്ടികളും നമ്മുടെ സ്കൂളിൽ പഠിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അതേപോലെ വളരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മൾ. അത് ഏത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ആളുകള് വളരെ കുറഞ്ഞ മാർക്കോടുകൂടി SSLC പാസ്സാവുന്ന, അതായത് 7D+, 6D+ ഒക്കെ വാങ്ങി വരുന്ന ആളുകളും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ജയിച്ചാണ് പോകുന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിനൊരു രഹസ്യം ഉണ്ടാവുമല്ലോ, എന്തായിരിക്കുമെന്ന്. അതിന് പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ തന്നെയാണ്. ഞാൻ നേരത്തെ പരാമർശിച്ച ആളുകളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നോക്കം നിൽക്കുന്ന, അതായത് ക്ലാസ്സിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നൈറ്റ് ക്ലാസ് ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ? അതിനെ ആളുകളുടെ സഹകരണം എത്രത്തോളം? പിന്നോക്കം നിൽക്കുന്ന ആളുകളെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് തുടക്കം മുതലേ അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഹയർ സെക്കൻഡറി തലത്തിൽ നമുക്ക് ഇത്തരം ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 3 ഹയർ സെക്കൻഡറി സ്കൂളുകൾ നമ്മുടെ സ്കൂളിൽ വന്ന് നമ്മുടെ സ്കൂളിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് പഠനം നടത്താൻ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4-5 മാസങ്ങൾക്കുള്ളിൽ പ്രമുഖമായ പല സ്ഥാപനങ്ങളും ഇനിയും പല സ്കൂളുകളിൽ നിന്നും നമ്മളെ സമീപിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള പഠിക്കാൻ വേണ്ടി. അതൊക്കെ നമ്മളെ ഈ നാട്ടിൻപുറത്തുള്ള ഒരു സ്ഥാപനത്തിന് നമുക്കെല്ലാവർക്കും, കടവണ്ടി പ്രദേശത്തെ എല്ലാവർക്കും അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് അഭിമാനത്തോടെ ഓർമ്മിക്കാവുന്ന ഒരു പേരാണ് ചാത്തുകുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂള് അല്ലെ? പക്ഷെ നമ്മള് PTA പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സഹകരണം, അതേപോലെ മാനേജ്മെന്റ് അല്ലെ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ സ്കൂൾ. ലാബ് സൗകര്യങ്ങളൊക്കെ എത്രത്തോളം? ലാബിന്റെ കാര്യത്തിൽ വളരെ മികച്ച രീതിയിലാണ് ഹയർ സെക്കൻഡറിയിലെ ലാബൊക്കെ വളരെ മികച്ച രീതിയിലാണ് ആരംഭിച്ചത്. കമ്പ്യൂട്ടർ ലാബിന് ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു, അതിപ്പോൾ നമ്മൾ ഈ വർഷം അതുകൂടി പരിഹരിച്ചിട്ടുണ്ട്. മറ്റേ എല്ലാ ലാബുകളും വളരെ മികച്ച സൗകര്യങ്ങളോട് കൂടിയാണ് മാനേജ്മെന്റ് ആരംഭിച്ചത്. ഈ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് ഈ സ്കൂളിനെ കൈപ്പിടിച്ചുയർത്തിയത് എൻ്റെ ഓർമ്മയിൽ ബൈജുമാഷ് ഈ സ്കൂളിൽ ചാർജ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവിധ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് ഈ സമയത്ത്. നമുക്ക് PTA പ്രസിഡന്റിനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം. അപ്പം ബിനീഷ്, പിന്നെ PTA പ്രസിഡന്റ് എത്ര വർഷമായി? PTA പ്രസിഡന്റ് 5 വർഷം. പ്രസിഡന്റ് ആയിട്ട് ഈ വർഷമാണോ? 7 വർഷമായി. ഈ വർഷം 4ാമത്തെ വർഷം. PTA പ്രസിഡന്റ് ആയിട്ട് 4 വർഷമായി അല്ലേ? അത് ശരി. തുടർച്ചയായിട്ട് PTA പ്രസിഡന്റ് ആയിട്ട് എന്ത് പറയണ വിജയ ശതമാനം? വിജയം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ നാട്ടുപ്രദേശം ബോർഡിങ്ങിൽ പഠിച്ച കുട്ടികളോ അല്ലെങ്കിൽ റെസിഡൻസായി പഠിച്ച ധാരാളം വിദ്യാർത്ഥികളോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള ഓട്ടോ തൊഴിലാളികള്, കൂലിപ്പണിക്കാര്, സാധാരണക്കാരെ മക്കള് വന്നിട്ട് ഏകദേശം ഒരു ലെവൽ തുടർച്ചയെന്ന് പറയുമ്പോൾ നമ്മളല്ലേ നമ്മുടെ നാട്ടിലെ ഏകദേശം ഈ സാധാരണക്കാരെ മക്കളാണ് ഇവിടെ അധികം വരുന്നത്. കൂലിപ്പണിക്കാര്, ഓട്ടോ തൊഴിലാളികള്, കമ്പനി തൊഴിലാളികളൊക്കെ മക്കളാണ്. അപ്പൊ അവരെ അടുത്തുനിന്നാണ് നമ്മൾ ഈ ഉന്നത വിജയം നേടുന്നത്. ഇപ്പൊ 77% സർക്കാരിന്റെ ഒരു ഇപ്പൊ പാസ്സാണെങ്കിൽ പോലും ഇവിടെ 77% ഇവിടെ. അത് ഇതിനൊക്കെ ബൈജുമാഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ വളരെ കുട്ടികൾക്കും ഒരു പഠിപ്പിക്കുന്നതിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. പഠിക്കാനും ഈ സ്കൂളിലേക്ക് തെരഞ്ഞെടുത്തിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഈ സ്കൂളിലാണോ പഠിച്ചത്? അതെ, ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞാനും ഈ സ്കൂളിലാണ്, എന്റെ മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചത്, എന്റെ മോളും ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ബൈജുമാഷുള്ള സമയത്താണ് മോള് പഠിച്ചത്. അപ്പം ഒരു ഇതില് മാഷ, എനിക്ക് മാഷ പറ്റി അറിയാം.
അപ്പൊ നിങ്ങൾക്ക് പിന്നെ മാനേജറുടെ ഭാഗത്ത് നിന്നും നല്ല സപ്പോർട്ടിംഗ് ആ ഉണ്ടാവും. മാനേജർ മാത്രമേ നല്ല നല്ല supporting ആണ്. അല്ലേ? ഭൗതിക സാഹചര്യങ്ങൾ കുറച്ച് മോശമാണെങ്കിൽ ഈ വർഷത്തോടെ ഇതിന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ. അതിനെ കുറിച്ച് ഭൂമി സ്വന്തമായ 1-2 പേപ്പർ ശരിയാക്കേണ്ടിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പണി തുടങ്ങിയിട്ടുണ്ട്. പണി ശരിക്കും തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എല്ലാവിധ ആശംസകളും ഇനിയും അങ്ങോട്ട് തുടർന്നു ഇതേപോലെ A+ നേടിക്കൊടുക്കാനുള്ള സ്കൂളിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് വിനീഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കണം. ഓക്കെ. അപ്പോ ഇതാണ് ഇന്നത്തെ സ്കൂളിലെ 100% വിജയം കൈവരിച്ച് അവരെ സന്തോഷം പങ്കുവെച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.